നിർത്താ എടാ മരണ വീട്ടിലാണ് കണ്ടം പറയും പാട്ടുള്ളത്. അയ്യോ എന്നാ കണ്ടംപററി പാട്ടല്ല, പിന്നെ എന്റെ മൊബൈലിൽ കോള് വന്നില്ലേ. അത് സൈലന്റ് മരണ വീടാണ്. ശരി ശരി. സ്വന്തം ഭർത്താവിനെ അങ്ങോട്ട് പട്ടളയിൽ എടുത്തില്ല, ബാവോട്ടിനെ വിളിച്ചു വരുത്താണല്ലേ കഷ്ടങ്ങൾ. ഇവിടെ കിടന്ന ബോഡി എന്ത് ചെയ്യടാ? കുളിപ്പിക്കാൻ കൊണ്ടുപോയി. 24 മണിക്കൂറും വെള്ളത്തിൽ കിടന്ന ബോഡിയെ വീണ്ടും എടുത്ത് കുളിപ്പിക്കാൻ കൊണ്ട് എന്ത് നാടടാ ഇത്? അല്ലടാ ഈ മാഷ് എങ്ങനെ മരിച്ചേ? അതറിഞ്ഞില്ലേ ഇതുവരെ? ഇല്ല. ഒരു സെക്കൻഡ്. അത് വേണം. മാഷ് എങ്ങനെ മരിച്ചത്? പാവപ്പെട്ടവൻ അടിച്ചതിന്. ഇവനാണ് പാവപ്പെട്ടവൻ. എടാ ഇവൻ ആരെന്നറിയാവോ? ഇവിടുത്തെ വേലക്കാരെ തന്നല്ല. ഇവൻ ഈ കിണറ്റിൽ വീണതാ. ഇവനെ രക്ഷിക്കാൻ വേണ്ടിട്ട് കണക്ക് മാഷിനകത്ത് ഇറങ്ങി മാഷിന്റെ തലയെ ചവിട്ടി ഇവ ഇങ്ങനെ കയറി പോന്നു. അങ്ങനെ മാഷ് മരിച്ചു. ഇവൻ ഒരു കുരുവില്ല. അപ്പൊ ഇവനെ തല്ലണ്ടേ? ഇവനെ തല്ലാല്ല, അവനെ കൊല്ലണ്ട. അത് വേണം വേണം ചേച്ചി. ഇവനോട് പറയേച്ചി എന്നെ തല്ലല്ലേ എന്ന്. ഒരു ജോലിക്കാരനെ പോലെയാണ് നിന്നെ ഞാൻ കണ്ടത്. ഈ കുടുംബത്തിന്റെ രംഗാഴ്ചയിലാണ് നിന്നെ ഞാൻ കണ്ടത്. എന്റെ മാഷിന് ഞാൻ കട്ടൻ ചായ കൊടുക്കുമ്പോ നിനക്ക് ഞാൻ പാൽ ചായ ഇട്ട് തന്നത്. എന്റെ മാഷിന് ഞാൻ ചാറ് കൊടുക്കുമ്പോ നിനക്ക് ഞാൻ ചിക്കന്റെ കാലല്ലടാ തന്നിട്ടുള്ളത്. ചിന്ന കാലിന് നന്ദിയില്ലാത്തവനെ നിന്നെ ഞാൻ. അയ്യോ എന്റെ കണക്ക് കൂട്ടലെല്ലാം തെറ്റിച്ച് എന്റെ കണക്ക് മാഷേ എന്നെ വിട്ടു പോയോ. നിങ്ങൾക്കറിയാമോ ഓണത്തിന് തൊട്ടടുത്ത ക്ലബില് നാടൻ പാട്ട് പാടാതിരുന്ന മാഷാണ് ഈ കിണറ്റിനകത്ത് വീണത്. എന്നെ വിട്ടു പോയേ. എനിക്കിനി ആരുമില്ലേ. അയ്യോ എന്നെ പിടിച്ചോ. ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ തന്നെ നാടൻ പാട്ട് കൊണ്ട് ഇറങ്ങിയിരിക്കുക. ആരും കേക്കണ്ട കേട്ടാ.